അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽ ബുൽദാനുൽ ഖലീജ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് അറബി രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് സൗദി, അതുപോലെ തന്നെ UAE, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമുക്ക് നോക്കാം. ആദ്യം സൗദി അറേബ്യ. സൗദി അറേബ്യ എന്നുള്ളത് ഒരു അറബിക് ഇസ്ലാമിക് രാഷ്ട്രമാണ്. സൗദി അറേബ്യ എന്നുള്ളത് പൂർണ്ണമായും സൗവർജിനിറ്റിയുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ മതം ഇസ്ലാമും അവിടുത്തെ ഭരണഘടന അള്ളാഹുവിൻ്റെ കിതാബുമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതുപോലെ തന്നെ അവരുടെ ഭാഷ, ഒഫീഷ്യലായിട്ടുള്ള ഭാഷ അറബിയും അവരുടെ ക്യാപിറ്റലായിട്ടുള്ളത് ആസിമയായിട്ടുള്ളത് തലസ്ഥാനമായിട്ടുള്ളത് റിയാദും അതുപോലെ തന്നെ അവരുടെ കറൻസി ആയിട്ടുള്ളത് റിയാലും സൗദി റിയാലുമാണ്. രാജകീയ ഭരണമാണ് അവിടെ തുടർന്നു പോകുന്നത്. ആ രാഷ്ട്രം സ്ഥാപിച്ചിട്ടുള്ള അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ഫൈസൽ അദ്ദേഹമായിരുന്നു ആദ്യത്തെ രാജാവ്. പിന്നീട് അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്നുള്ള ആളുകളാണ് പിന്നീട് രാജാവായി പോരുന്നത്. അവരിൽ ഏറ്റവും നല്ല ആളുകൾ അള്ളാഹുവിൻ്റെ കിതാബിലും അതുപോലെ തന്നെ സുന്നത്തിലൊക്കെ മുറുകെ അവലംബിക്കുന്ന അവരിൽ ഏറ്റവും നല്ല ആളുകൾ രാജാവായി ബൈഅത്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏത് കാര്യത്തിലും അവരുടെയുള്ള ഏത് സിസ്റ്റത്തിലും അവിടെ വിധി നടപ്പാക്കുന്നത് ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ സുന്നത്തിൽ നിന്നുമാണ്. ഇസ്ലാമിക് ശരീഅത്തിനോട് യോജിക്കുന്ന നിരത്തിലുള്ള നീതിയും അതുപോലെ തന്നെ പരസ്പര ഷൂറയും അഭിപ്രായം ചോദിക്കുക അതുപോലെ തന്നെ സമത്വം അതിലൊക്കെ അവലംബിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഭരണകൂടമാണ് സൗദിയ. പിന്നീട് ഈ സൗദി നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു വെസ്റ്റ് സൗത്ത് ഭാഗത്ത് ആ ഒരു മൂലയിലാണ് സൗദി നിലനിൽക്കുന്നത്. അതിൻ്റെ വെസ്റ്റ് ഭാഗത്ത് റെഡ് സീയും അതുപോലെ തന്നെ ഈസ്റ്റ് ഭാഗത്ത് അൽ ഖലീജുൽ അറബിയൻ ഗൾഫുമാണ്. അതുപോലെ തന്നെ UAEയും ഖത്തറൊക്കെ അതിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് അതിൻ്റെ ബൗണ്ടറിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നോർത്ത് ഭാഗത്ത് ബൗണ്ടറി ആയിട്ട് വരുന്നത് ഇറാഖ്, ജോർദാൻ, കുവൈത്താണ്. അതിൻ്റെ സൗത്ത് ഭാഗത്തുള്ള ബോർഡറായിട്ട് വരുന്നത് യമൻ അതേപോലെ തന്നെ ഒമാനാണ്. ഏകദേശം അറേബ്യൻ ഭൂഖണ്ഡത്തിലെ 4/5 ഭാഗം സൗദി അറേബ്യയാണ്. അത്രയും വലിയൊരു രാജ്യമാണ് സൗദി എന്നുള്ളത്. ഏകദേശം 2,25 ലക്ഷത്തോളം കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അടുത്തതായിട്ടുള്ളത് UAE ആണ്. UAE എന്ന് പറയുന്നത് 7 എമിറേറ്റുകൾ കൂടിയിട്ടുള്ള ഒരു ഫെഡറേഷനാണ് UAE എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഒരു സോവർജിനിറ്റിയുള്ള അതുപോലെ തന്നെ ഒരു ഭരണകൂടമുള്ള ഒരു ഫെഡറേഷനാണ് നമ്മുടെ UAE എന്ന് പറയുന്നത്. അതിലുള്ള 7 എമിറേറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ അബുദാബി, ദുബൈ, ഷാരിഖ, അതുപോലെ തന്നെ റസുൽ ഖൈമ, അജ്മാൻ, ഉമ്മു ഖയ്യു, പിന്നെ അവസാനമായിട്ട് ഫുജൈറയുമാണ് ഉള്ളത്. ഇതിൽ ഓരോ എമിറേറ്റ്സിനും അവരുടേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്നത് അവരുടെ പാരമ്പര്യം, ചരിത്രം, അതേപോലെ തന്നെ മതം, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടെ എക്കണോമിക്, അതുപോലെ തന്നെ ഈ എമിറേറ്റ്സിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ ചരിത്രത്തിൽ തന്നെ സാക്ഷിയാണ്. ഇപ്പോൾ തന്നെ ഒരു ലോക്കലി ആണെങ്കിലും അതുപോലെ തന്നെ ഗ്ലോബലി ആണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ എമിറേറ്റ്സ് നേടിയിട്ടുണ്ട്. നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സമ്പന്ന രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസിൽ പെടുന്ന ഒരു രാജ്യമാണല്ലോ UAE എന്നുള്ളത്. UAE നിലനിൽക്കുന്നത് അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു നീണ്ട ആകൃതിയിലാണ് UAEയുടെ മാപ്പ് കാണുക. അതിൻ്റെ നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ളതിൽ ഖത്തറും അതുപോലെ തന്നെ സൗത്ത് അതേപോലെ വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഈ ഭാഗങ്ങളിലൊക്കെ സൗദിയുമാണ് നിലനിൽക്കുന്നത്. പിന്നീട് അതിൻ്റെ നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റും ഭാഗത്ത് നിലനിൽക്കുന്നത് അതിൻ്റെ ബൗണ്ടറി ആയിട്ടുള്ളത് ഒമാനാണ്. UAEയുടെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് അറബി ഭാഷയും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ളത് തലസ്ഥാനമായത് അബുദാബിയുമാണ്. പിന്നീട് ഒഫീഷ്യലായിട്ടുള്ള മതം ഇസ്ലാമും അതുപോലെ തന്നെ കറൻസി ദിർഹമുമാണ്. പിന്നീട് അടുത്തതായിട്ടുള്ളത് ഒമാനാണ്. സുൽത്താനത്ത് ഒമാൻ അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ആ ഒരു മൂലയിലായിട്ട് നിലനിൽക്കുന്ന രാജ്യമാണ് ഒമാൻ എന്നുള്ളത്. ഒമാൻ്റെ അതിർത്തി പങ്കിടുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് യമൻ റിപ്പബ്ലിക്കും അതുപോലെ തന്നെ വെസ്റ്റ് ഭാഗത്ത് സൗദി അറേബ്യയും നോർത്ത് ഭാഗത്തായിട്ട് UAEയുമാണ് അതിർത്തി പങ്കിടുന്നത്. ഒമാനിലാണ് ഏറ്റവും പഴക്കമേറിയതും അതുപോലെ തന്നെ മുഖ്യവുമായിട്ടുള്ള കടൽ റൂട്ട് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പഴയതും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യവുമുള്ള കടൽ റൂട്ട് പോകുന്നത് ഒമാനിലൂടെയാണ്. അത് ഒമാനിൻ്റെ പരിധിയിലാണ് വരുന്നത്.
അതേപോലെ ഇന്ത്യൻ ഓഷ്യനെയും അതേ ഗൾഫിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന അറേബ്യൻ ഭൂഖണ്ഡത്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ആ ഒരു ചാനൽ, കടലിലൂടെയുള്ള കച്ചവട ആ ചാനൽ ഒമാനിൻ്റെ അതിർത്തിയിലാണ് വരുന്നത്. ഈ ഒരു ചാനലിലൂടെ ആയിരുന്നു അറേബ്യൻ ഭൂഖണ്ഡം അതിൻ്റെ വെസ്റ്റ് ഈസ്റ്റ് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ബന്ധങ്ങൾ ഉണ്ടാക്കിയത് ഈ ഒരു ചാനലിലൂടെയായിരുന്നു. ഇതിലൂടെയായിരുന്നു അവരുടെ കച്ചവട വാഹനങ്ങൾ, അവരുടെ കപ്പലുകളൊക്കെ യാത്ര ചെയ്യുന്നത്. ഒമാൻ അതുപോലെ തന്നെ വളരെയധികം പഴക്കമുള്ള ഒരു ചരിത്രം കൂടെയുണ്ട്. വളരെയധികം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒമാൻ എന്നുള്ളത്. ചരിത്രത്തിൽ വളരെയധികം വലുതായിട്ടുള്ള ഒരു സാംസ്കാരിക നാഗരിക പങ്കുകൂടെ ഒമാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒമാൻ ഒരു കടൽ ശക്തിയായിരുന്നു. അതിൻ്റെ ആ ഒരു ബന്ധം, അവരുടെ ഒരു ബന്ധം ചൈന വരെ നിലനിൽക്കുന്നുണ്ട്. അത്രത്തോളം വിശാലമായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ കടൽ വഴി മാർഗ്ഗങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നീട് ചൈന വരെ, അതുപോലെ തന്നെ ബ്രിട്ടൻ വരെ, ഫ്രാൻസ് വരെയൊക്കെ നിലനിന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യങ്ങളിലൊക്കെ, ഫ്രാൻസിലും ബ്രിട്ടനിലൊക്കെ അവരുടെ തലസ്ഥാനങ്ങളിൽ ഈ ഒമാൻ്റെ അംബാസഡർമാരുണ്ടായിരുന്നു. ഇവർക്കും നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് മാറി വരുന്ന ഒരു സുൽത്താൻ, ആ ഒരു രാജകീയമായിട്ടുള്ള നേതൃത്വമാണ്, ഭരണഘടനയാണുള്ളത്. അവരുടെ അവരുടെ ക്യാപിറ്റലായിട്ടുള്ളത് മസ്കത്തും അതേപോലെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ളത് അറബി തന്നെയാണ്. പിന്നീട് അവരുടെ കറൻസി ആയിട്ടുള്ളത് ഒമാൻ റിയാലുമാണ്. അടുത്തതാണ് മംലക്കത്ത് ബഹ്റൈൻ. ബഹ്റൈൻ എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ വെസ്റ്റ് ഭാഗത്തായിട്ട് നിലനിൽക്കുന്ന, അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഹൃദയ ഭാഗത്തായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റൈൻ. ഏകദേശം 5000 വർഷങ്ങൾ പഴക്കമുള്ള വളരെ സമ്പന്നമായ നാഗരികതയും മഹത്വമുള്ള ചരിത്രവും ഈ ഒമാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെ പോലെ തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിവരുന്ന രാജഭരണമാണ് ഒമാനിലുള്ളത്. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ആ ഒരു രീതിയിലുള്ള ഭരണമാണുള്ളത്. ഒമാൻ ഡെമോക്രാറ്റിക് ആയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ നിയമങ്ങളിൽ സോർജിനിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് അതോറിറ്റി അതിൻ്റെ ഇടയിലൊക്കെ ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ പാർലമെൻറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള പാർലമെൻ്റ് ഉണ്ട്. അതേപോലെ ജുഡീഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന മനുഷ്യാവകാശ സ്ഥാപനങ്ങളും അതുപോലെ സിവിൽ സൊസൈറ്റികളും പ്രസ് ഫ്രീഡവും സോഷ്യൽ ഫ്രീഡവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഫ്രീഡവും അതൊക്കെ നൽകുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ബഹ്റൈൻ എന്ന് പറയുന്നത്. അതോടുകൂടെ മനുഷ്യൻ്റെ അഭിമാനത്തെ കൂടുതൽ പരിഗണിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബഹ്റൈൻ. ബഹ്റൈൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജ് അറബി തന്നെയാണ്. അവരുടെ ക്യാപിറ്റലായിട്ട് വരുന്നത് മനാമയാണ്. അവരുടെ ഒഫീഷ്യൽ കറൻസി ആയിട്ട് വരുന്നത് ബഹ്റൈൻ ദീനാറുമാണ്. പിന്നീട് നാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കോൺവെർസേഷൻ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നീടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് അറേബ്യൻ ഭൂഖണ്ഡത്തിലെ അവരുടെ ദീൻ ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് എമിറേറ്റ്സിൻ്റെ ദീൻ ഏതാണ്, UAE ദീൻ ഏതാണ് ചോദിക്കുന്നുണ്ട്. അത് ഇസ്ലാം ആയിരുന്നു. അതുപോലെ തന്നെ ഒമാൻ്റെ ക്യാപിറ്റൽ ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ഏതാണെന്ന് മസ്കത്ത് ആയിരുന്നു ഒമാൻ്റെ ക്യാപിറ്റൽ. അതേപോലെ തന്നെ മൂന്നാമത്തായിട്ടുള്ളത് ഒമാൻ്റെ പരിധികൾ, ഒമാൻ്റെ അതിർത്തികൾ. ഒമാൻ്റെ നോർത്തിലായിട്ടുള്ളത് UAEയും അതേപോലെ തന്നെ വെസ്റ്റിലായിട്ടുള്ളത് സൗദിയും അതേപോലെ സൗത്ത് വെസ്റ്റിലായിട്ടുള്ളത് നമ്മുടെ യമനുമാണ്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ബോർഡർ ഉള്ളത്. അതേപോലെ തന്നെ നാലാമത്തായിട്ടുള്ളത് ബഹ്റൈൻ എവിടെയാണ് നിൽക്കുന്നത്. ബഹ്റൈൻ എന്നുള്ളത് ഏഷ്യയുടെ ഒരു അറ്റത്തും അതുപോലെ തന്നെ അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഹൃദയഭാഗത്തുമാണ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അഞ്ചാമത്തായിട്ടുള്ളത് ബഹ്റൈൻ്റെ തലസ്ഥാനമാണ്. ബഹ്റൈൻ്റെ തലസ്ഥാനം മനാമയാണ്. പിന്നീട് അവിടെ വിട്ടുഭാഗം പൂരിപ്പിക്കാനുള്ളത് ഒന്നാമത്തേതിൽ ശരിയായിട്ട് വരുന്നത് തത്തമത്താവു എന്നുള്ളതാണ്. തത്തമത്താവു കുല്ലു ഇമാറത്തിൻ എന്നാണ് വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തേതിൽ തക്കാവു എന്നാണ്. അൽ അറബിയത്തുൽ മുത്തഹിദത്തു തക്കാവു അല എന്നാണ് വേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തേതിൽ ശരിയായിട്ടുള്ളത് ഇസ്തഖ്ബല സുഫാഹ എന്നാണ് വേണ്ടത്. അതുപോലെ തന്നെ നാലാമത്തേതിൽ യക്കൂമു എന്നാണ് ശരി. നിദാമുൽ ഹുക്മി ഫി ബഹ്റൈൻ യക്കൂമു അല എന്നാണ് ശരിയായിട്ടുള്ളത്. അഞ്ചാമത്തേതിൽ രണ്ട് സ്ഥലത്തും വേണ്ടത് ഹ എന്നാണ്. ആസിമത്തു ഹ വ ഉംലത്തു ഹ എന്നാണ് വേണ്ടത്. അതാണ് അവിടെ ശരിയായിട്ടുള്ളത്. പിന്നീട് ഇവിടെ നമ്മുടെ വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള അൽഫാദുകളുടെ മാന അറിഞ്ഞു വെക്കണം. അൽ ബുൽദാൻ അൽ ഖലീജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിയാത്തുൻ താമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സോവർജിനിറ്റി. അതുപോലെ തന്നെ അർബാത്തു അഹ്മാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൽ 4 എന്നാണ്. അതുപോലെ തന്നെ അൽ മുമയ്യിസാത്തുൽ ഫരീദാണ് പ്രത്യേകമായിട്ടുള്ള പ്രത്യേകതകൾ. അതേപോലെ തന്നെ അൽ ആദാത്തു തഖാലിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കസ്റ്റംസ്, അവിടെയുള്ള ആചാരങ്ങളും രീതികളും അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ളത് നമ്മൾ റീറൈറ്റ് ചെയ്യാനുള്ളതും ട്രാൻസ്ലേഷനുമാണ്. അത് രണ്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ അവസാനം മാച്ച് ചെയ്യാനുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്.
അതിൽ 1 4 മാച്ച് ആവുന്നുണ്ട്, 2 5 മാച്ച് ആവുന്നുണ്ട്, 3 1 മാച്ച് ആവുന്നുണ്ട്, 4 2 മാച്ച് ആവുന്നുണ്ട്, 5 3 മാച്ച് ആവുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ മാച്ച് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ നോക്കി പോകണം. അല്ലെ നമ്മൾ പാഠം പഠിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എക്സസൈസിൽ ഏകദേശം നമുക്ക് എന്താണ് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. ഈ 4 രാജ്യങ്ങളെക്കുറിച്ചും പൊതുവായിട്ടുള്ളതും അതേപോലെ തന്നെ അതിൽ പ്രത്യേകതയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മ വെക്കുക. ഇതിൻ്റെ ബൗണ്ടറികളൊക്കെ കാണാൻ പഠിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അതൊന്നും പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഭാഗം നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ഒരുപാട് എഴുതാനുണ്ടാകും. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.